ഹലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനകത്ത് കവർ ചെയ്യുന്ന ടോപ്പിക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം അല്ലേ? ഓക്കെ, അപ്പോൾ ക്ലാസ്സിനകത്ത് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനകത്ത് ചോദിക്കട്ടോ, ക്ലിയർ ചെയ്യുക. അതേപോലെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്, അതിനകത്തും ചോദിക്കട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അക്കൗണ്ടിങ്ങിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് തരുന്നുണ്ട് അല്ലേ? എങ്ങനെയായിരിക്കണം അക്കൗണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ റെക്കോർഡ് ചെയ്ത് വെച്ച ട്രാൻസാക്ഷന് എടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടത്, കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ആ സെറ്റ് ചെയ്ത് വെച്ച റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഉള്ളിൽ നിന്നിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ ട്രാൻസാക്ഷനും അല്ലേ, ബിസിനസ്സിനകത്ത് വരുന്ന ഓരോ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ഓക്കെ, മനസ്സിലാക്കിയിട്ടുണ്ടാവണം അത് എന്ത് തരം ട്രാൻസാക്ഷനാണെന്നുള്ളത്. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യണം? റൂൾ പറയുന്ന പോലെ ആ ട്രാൻസാക്ഷനെ എങ്ങനെ, എവിടെ, എപ്പോൾ റെക്കോർഡ് ചെയ്യണം അല്ലേ, എങ്ങനെ കാണിക്കണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ഒരു ഗൈഡ് ലൈൻ നമുക്ക് തരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ആ റൂൾസ്, ആ സെറ്റ് ഓഫ് റൂൾസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത് അല്ലേ? ഇനി എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നോക്കാം. എന്താ പറയുന്നത്? ദീസ് പ്രിൻസിപ്പിൾസ് എൻഷുർ കൺസിസ്റ്റൻസി അല്ലേ? എന്ത് വേണമെന്ന് പറയുന്നുണ്ട്? കൺസിസ്റ്റൻ്റ് ആവണമെന്ന് പറയുന്നുണ്ട് അല്ലേ? സ്ഥിരത വേണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. ഇപ്പോൾ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. ഓക്കെ, അതിനകത്ത് അക്കൗണ്ടൻ്റ് ആരാണ്? നിങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല അവിടെ? കറക്റ്റ് ഒരു അക്കൗണ്ടിങ് റൂളൊന്നും ഫോളോ ചെയ്യാതെ എന്ത് ചെയ്യാണ്? അക്കൗണ്ട്സ് 2 വർഷം ഇയർ 1ലും ഇയർ 2ലും എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഡെയിലി ട്രാൻസാക്ഷനൊക്കെ റെക്കോർഡ് ചെയ്തു. അത് അക്കൗണ്ടിങ് റൂൾസ് ഫോളോ ചെയ്തിട്ടല്ല, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടല്ല, നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? ഒരു കോമൺ മെത്തേഡൊന്നും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓരോ ട്രാൻസാക്ഷനും എൻട്രി ചെയ്യാൻ, ഇപ്പോൾ സെയിൽ ആയിക്കോട്ടെ, എക്സ്പെൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ എൻട്രി ചെയ്യാനൊരു മെത്തേഡ്സൊക്കെ പറയുന്നുണ്ട് അക്കൗണ്ടിങ് റൂൾസിൽ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ. അതൊന്നും ഫോളോ ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് എന്ത് ചെയ്തത്? ഇയർ 1ലും 2ലും നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. എന്ത് സംഭവിക്കുക? നമുക്ക് എന്ത് ചെയ്യണം? ഇയർ 2 കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കമ്പാരിസൺ നടത്തും അല്ലേ? ഡിസിഷൻ മേക്കിംഗ് അല്ലടാ, ഇയർ 3ൽ നമുക്ക് എന്ത് ചെയ്യണം? ഡിസിഷൻ എടുക്കണം അല്ലേ? നമ്മളെ ഇൻകം എത്രത്തോളം നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുള്ള കമ്പാരിസൺസ് ഒക്കെ നമ്മൾ ചെയ്യണ്ടേ? അതിന് നമ്മൾ എന്താ ചെയ്യുക? ഇയർ 2ലെ ഡാറ്റ ഇയർ 1ലെ ഡാറ്റയായിട്ട് എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇയർ 1ൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഇയർ 1ലും 2ലും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഒരു കോമൺ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് എവിടെ പറയുന്നത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനകത്ത് പറയുന്നത്. അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മെത്തേഡ്സ്, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഓരോ ട്രാൻസാക്ഷനും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഡീൽ ചെയ്യണം, ഓക്കെ, എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എവിടെ റെക്കോർഡ് ചെയ്യണം, എപ്പോൾ റെക്കോർഡ് ചെയ്യണം, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് എവിടെ പറയുന്നത്? ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എവിടെ പറയുന്നത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമതായിട്ട്, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇതുപോലെ ഇയർ 1ലും 2ലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ റിപ്പോർട്ടുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ അക്കൗണ്ട്സ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? വെറുതെയാണ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കാനാണോ? അല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ റിപ്പോർട്ട്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടും വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കമ്പനീൻ്റെ പുറത്ത്. ഓക്കെ, കമ്പനീൻ്റെ പുറത്തും അകത്തും ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ മെയിനായിട്ട് വരുന്ന 2 സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇതിലൊക്കെ ഡീറ്റെയിൽ ചെയ്യാം നമുക്ക് പോകട്ടോ. ഇപ്പോൾ മനസ്സിലാക്കുക, മെയിനായിട്ട് വരുന്ന 2 ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നിങ്ങൾ എന്ത് ചെയ്തു? ഇത് രണ്ടും പ്രിപ്പയർ ചെയ്തു. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഈ കമ്പനീൻ്റെ പുറത്ത് അകത്തായിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ആരൊക്കെയാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സ്, കമ്പനിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തവരുണ്ടാവും, ലെൻഡേഴ്സ്, കടം തന്നവരുണ്ടാവും, ഡെപ്റ്റേഴ്സ് അല്ലേ, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്. ഇവരൊക്കെ എന്ത് ചെയ്യാണ്? ഈ കമ്പനി എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അല്ലടാ, ഇപ്പോൾ ഇവർക്കൊക്കെ ഈ കമ്പനിയുമായിട്ട് എന്തുണ്ട്? ബന്ധമുള്ളവരല്ലേ? അപ്പോൾ ഇവർക്കൊക്കെ ഈ കമ്പനീനെ കുറിച്ച് ഫിനാൻഷ്യലി അറിയണമെന്നുണ്ടെങ്കിൽ ഏക മാർഗം അല്ലേ, ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്ത് ബേസിലാണ്? കമ്പനിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അല്ലടാ, ഇത് കയ്യിൽ കിട്ടിയാലേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനീനെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇൻവെസ്റ്റർക്ക് മനസ്സിലാക്കുക ഈ കമ്പനീൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത്. എവിടെ നോക്കിയാൽ മതി? ആ കമ്പനീൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയാൽ മതി അല്ലേ? എത്രത്തോളം ആസ്തി ഉണ്ട്, എത്രത്തോളം ബാധ്യതകളുണ്ട്, ഇൻവെസ്റ്റർക്ക് എവിടെ നോക്കിയാൽ മനസ്സിലാവും? ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതെന്തായിരിക്കണം? റിലയബിൾ ആയിരിക്കണം അല്ലേ? ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്ത് പറയാം,
ഈ നിൽക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യണം, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ കുറച്ച് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ടൻറ്റ് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ, ഡെയിലി ട്രാൻസാക്ഷൻസൊക്കെ റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെയാണ് എന്തിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്, ഫസ്റ്റ് വൺ എന്താണ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് കോൺസെപ്റ്റും രണ്ടാമത് അക്കൗണ്ടിങ് കൺവെൻഷനും. നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏതൊക്കെയാണ് പറയുന്നത്, ഫസ്റ്റ് വൺ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലേ, സെക്കൻഡ് വൺ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, തേർഡ് പീരിയോഡിസിറ്റി, പിന്നെ മണി മെഷർമെൻറ്റ്, അക്രൂവൽ, ഡുവൽ ആസ്പെക്റ്റ്, മാച്ചിങ്, റിയലൈസേഷൻ, കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലേ. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് കോൺസെപ്റ്റ് ഏതായിരുന്നു, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലേ. അപ്പോൾ എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കൊണ്ട് പറയുന്നത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ദ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. ദ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഓഫ് ദ ഓണർ ഷുഡ് നോട്ട് ബി മിക്സ്ഡ് വിത്ത് ദ ബിസിനസ് ട്രാൻസാക്ഷൻസ്. എന്താ പറഞ്ഞത്, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ വേറെ, ബിസിനസ്സിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ എന്ത് പറയുന്നുണ്ട്, ഓണറെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ട് ബിസിനസ് ട്രാൻസാക്ഷനിൽ കൊടുന്ന് മിക്സ് ചെയ്യരുതെന്നും പറയുന്നുണ്ട്. ഇതാണ് എന്ത് പറയുന്നത്, ബിസിനസ് എൻറ്റിറ്റി ട്രാൻസാക്ഷൻ കൊണ്ട് പറയുന്നത്. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം കേട്ടോ, സിമ്പിളായിട്ട് പഠിക്കാം. ശ്രദ്ധിക്കുക, അനിൽ എന്ന് പറഞ്ഞൊരു വ്യക്തി. ഓക്കെ, അനിൽ എന്ത് ചെയ്യാണ്, അനിലിൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ട്. എത്ര ഉണ്ട്, ഒരു 5 lakh ഉണ്ട്. ഓക്കെ, അനിലിൻ്റെ കയ്യിൽ 5 lakh ക്യാഷ് ഉണ്ട്. അയാൾ എന്ത് ചെയ്യാണ്, അത് വെച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എന്ത് ബിസിനസ്സാണ്, ഒരു ഹോട്ടലായിക്കോട്ടെ, ഒരു ഹോട്ടൽ ബിസിനസ് അയാൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തായി, അനിൽ ഓണർ അല്ലേ, ഈ ഹോട്ടൽ എന്ന് പറഞ്ഞ ബിസിനസ്. ഓക്കെ, ഹോട്ടൽ എന്ന് പറഞ്ഞത് ബിസിനസ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലേ, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താ പറയുന്നത്, ഈ ഹോട്ടലിനെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ നോക്കാം. അനിൽ 5 lakh ഇൻവെസ്റ്റ് ചെയ്തു അല്ലേടാ, ഈ ഹോട്ടൽ എന്ന് പറഞ്ഞ ബിസിനസ്സിനകത്ത് അനിൽ 5 lakh എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അയാളെ സംബന്ധിച്ചത് എന്താണ്, പേഴ്സണലി അയാളെ സംബന്ധിച്ച് എന്താണത്, ഇൻവെസ്റ്റ്മെൻറ്റാണ്. അയാൾക്കത് അല്ലേ, ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, റിട്ടേൺ അല്ലേ, റിട്ടേൺ കിട്ടണം അല്ലടാ, അതിന് വേണ്ടിയിട്ടല്ല അയാൾ ഈ 5 ലക്ഷം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സാണ്. ബിസിനസ് നമ്മളെന്താ പറഞ്ഞത്, സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി അല്ലേ, സെപ്പറേറ്റ് ഒരാളെ പോലെ തന്നെ ഈ ബിസിനസ്സിനെ ട്രീറ്റ് ചെയ്യണം. ഒരാളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അയാൾക്ക് എന്തുണ്ടാവണം, ഒരു അഡ്രസ്സ് വേണം അല്ലേ, അയാൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഒരു പേര് വേണം അല്ലേ. അപ്പോൾ ഇവിടെ ഈ ബിസിനസ്സിനും അതേപോലെ തന്നെ എന്തുണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, ഒരു പേരുണ്ടാവും അല്ലടാ, ഒരു അഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ, ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഹോട്ടലിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ഈ ഹോട്ടലിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഹോട്ടലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്നിട്ട് അല്ലേ, ഈ ബിസിനസ്സിന് നടക്കുന്ന കാര്യങ്ങൾ ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്നിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ബിസിനസ്സിനകത്ത് വരുന്ന എക്സ്പെൻസും ബിസിനസ്സിനകത്ത് വരുന്ന ഇൻകംസും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാനും പാടുള്ളൂ. ഓക്കെ ആണോ. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു, അനിലിന് ഈ 5 ലക്ഷം എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റാന്ന് പറഞ്ഞു അല്ലേ. ഇനി ബിസിനസ്സിൻ്റെ ഹോട്ടലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താണ്, ഈ 5 ലക്ഷം ഒരു ബാധ്യതയാണ്. മീൻസ് ഈ 5 ലക്ഷം വെച്ചിട്ട് എന്ത് ചെയ്യാം, ബിസിനസ് നടത്താം. പക്ഷേ ആ സെയിം ടൈം എന്തുണ്ട്, പിന്നെ അനിലിന് ഈ ഒരു 5 ലക്ഷം തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യതയും അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു ലയബിലിറ്റി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ആടാ. അപ്പോൾ ഇതിനെ ഹോട്ടൽ അല്ലേ, ബിസിനസ്സിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുക, ഈ അനിൽ കൊണ്ടുവന്ന 5 ലക്ഷത്തിനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ഈ ഒരു 5 ലക്ഷം കൊണ്ടുവന്നത് കാണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ അതിനെങ്ങനെ കാണിക്കുക, അനിൽസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. ഓണറെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും, 5 ലക്ഷം കാണിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ഒരു ബിസിനസ് അല്ലേ, ഹോട്ടൽ ബിസിനസ് റൺ ചെയ്ത് പോവുകയാണ്. ഓക്കെ, അനിൽ എന്ത് വന്നു, കുറച്ച് ഫണ്ടിൻ്റെ ഷോർട്ട് വന്നു. അപ്പോൾ അനിൽ എന്ത് ചെയ്യാണ്, ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ ക്യാഷ് കുറച്ച് എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് എടുക്കുകയാണ്. ഓക്കെ ആണോ. ഹോട്ടലിനെ സംബന്ധിച്ച് എന്താണ്, ഒരു പേയ്മെൻ്റ് ആണത്, ഒരു എക്സ്പെൻഡിച്ചറാണത് അല്ലേ, പൈസ പോകുന്നുണ്ട്. ഓക്കെ, എക്സ്പെൻസ് ആണ്, എക്സ്പെൻഡ് ചെയ്തവർ അല്ലേ, കുറച്ച് പൈസ ചിലവാക്കി ഹോട്ടൽ ബിസിനസ്. ഓക്കെ ആണോ. എന്ന് വെച്ചിട്ട് അത് ഹോട്ടലിൻ്റെ എക്സ്പെൻസ് ആണോ, അല്ല, അതെന്താണ്, അനിലിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുപോയതല്ലേ, ആണ്. അപ്പോൾ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ ട്രീറ്റ് ചെയ്യുക, ബിസിനസ്സിൽ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ അനിലിന് തിരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അനിലിൻ്റെ പേരിലുള്ള ക്യാപിറ്റൽ എത്ര ബാലൻസ് ഉണ്ടായിരുന്നു ഹോട്ടലിൽ ബിസിനസ്സിൽ, 5 ലക്ഷം ഉണ്ടായിരുന്നു. ഇനി അത് 5 ഉണ്ടാവുമോ, ഇല്ല. അതിന് 30,000 അനിൽ വിഡ്രോ ചെയ്ത് കൊണ്ടുപോയില്ലടാ, കുറച്ച് ക്യാഷ് കൊണ്ടുപോയില്ലേ. അപ്പോൾ അത് കുറച്ച് ബാക്കി എത്ര ഉണ്ടാവുള്ളൂ, 4,60,000
70,000 അവിടെ ബാലൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യാൻ പാടില്ല? അതേപോലെ അനിലിൻ്റെ പേഴ്സണലായിട്ട് വരുന്ന ഇൻകംസ് ഉണ്ടാവും. ഇപ്പോൾ അനിലിന് എന്തുണ്ട്, പുറത്ത് എവിടെയെങ്കിലും വേറൊരു ബിൽഡിങ് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അത് ഈ ഹോട്ടൽ എന്ന് പറഞ്ഞ ബിസിനസ്സിനുള്ളിൽ വരുന്നൊന്നല്ല. ഓക്കെ, അപ്പോൾ അതിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റെൻ്റൽ ഇൻകം വരുന്നുണ്ട്. അത് കൊടുത്തിട്ട് എന്ത് ചെയ്യരുത്, ഹോട്ടൽ ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സിൽ കാണിക്കരുത്. ഇൻകം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, കാണിക്കരുത്. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണ്? ഈ ഹോട്ടൽ എന്ന് പറഞ്ഞ ബിസിനസ്സിൻ്റെ എക്സാക്റ്റ് പ്രോഫിറ്റ് കിട്ടുമോ? പ്രോഫിറ്റ് ലോസ് അറിയാൻ പറ്റുമോ? പറ്റില്ല. ഹോട്ടൽ എന്ന് പറഞ്ഞ ബിസിനസ്സിൻ്റെ അവിടുത്തെ അവിടുത്തെ ഇൻകം മാത്രമേ അവിടെ കാണിക്കാൻ പറ്റുള്ളൂ, അവിടുത്തെ എക്സ്പെൻസ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. എന്നാലേ അവിടുത്തെ കറക്റ്റ് പ്രോഫിറ്റ് ലോസും അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അനിലിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വേറെ എക്സ്പെൻഡിച്ചർ, ഇപ്പോൾ നമ്മളവിടെ ക്യാഷ് ആയിട്ട് അയാൾ വിഡ്രോ ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ 30,000. ഇനി അതല്ല, അയാൾ ക്യാഷ് ആയിട്ട് കൊണ്ടുപോകണമെന്നില്ല. പക്ഷേ ഒരു മാസം എന്ത് ചെയ്തു, അയാളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല്, അനിലിൻ്റെ വീടിൻ്റെ ഹൗസിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു 2,000 എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അയാളുടെ കയ്യിൽ ക്യാഷില്ല. അപ്പോൾ അയാളെന്ത് പറയാണ്, അത് ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിക്ക് വിളിച്ചിട്ട് പറയാണ്, അവിടുന്ന് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ബിസിനസ്സിൽ നിന്ന് അതെടുത്ത് പേ ചെയ്തു അവിടുത്തെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, ഇലക്ട്രിസിറ്റി ബില്ല് അനിലിൻ്റെ വീടിൻ്റെ എന്ത് ചെയ്തു, പേ ചെയ്തു. പൈസ പോയത് എവിടെ നിന്നാണ്? ഹോട്ടലിൽ നിന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്നാണ് പോയത്. അല്ലടാ, എന്ന് വെച്ചിട്ട് അത് ഹോട്ടലിൻ്റെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതും എന്ത് ചെയ്യണം, അനിലിൻ്റെ ഡ്രോയിങ്സ് ആയിട്ട് എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ ആണോ? അയാളെ ക്യാപിറ്റലിൽ നിന്ന് ഈ 2,000 കൂടെ കുറയും. ഓക്കെ ആണോ? അപ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്ന, ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന എന്ത് കാരണം കൊണ്ടാണ്? അതാണ് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഇതുപോലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സിനകത്ത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് നോക്കാം കേട്ടോ. ഏതാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അപ്പോൾ എന്താണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പറയുന്നത് നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? ദ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് എ ബിസിനസ് will continue to operate indefinitely and will not be forced to liquidate in the near future. എന്താ പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ വൈസ് തന്നെ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അനിലിൻ്റെ കേസ് പറഞ്ഞല്ലോ. അനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തൊരു അസംഷൻ്റെ ബേസിലായിരിക്കും അനിൽ? ഇത് ഒരുപാട് നാളത്തേക്ക് എന്ത് ചെയ്യണം, റൺ ചെയ്യണം, അതിനകത്തുനിന്ന് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം, അല്ലേ? അല്ലാണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പൂട്ടുന്നില്ലൊരു ക്ലോസ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണോ? അല്ല. ഓക്കെ, പക്ഷേ അക്കൗണ്ട്സിനകത്ത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ നോക്കാം. എന്ത് ചെയ്യാണ്, അനിൽ ഒരു ഫർണിച്ചർ കുറച്ച് ഫർണിച്ചേഴ്സ് എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. എവിടെ? ബിസിനസ്സിൽ ഹോട്ടലാണല്ലോ. അപ്പോൾ അവിടെ എന്ത് വേണ്ടി വരും? ചെയർ വേണ്ടി വരും, ടേബിൾ വേണ്ടി വരും. ഓക്കെ ആണോ? അപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്തു, കുറച്ച് ഫർണിച്ചേഴ്സ് പർച്ചേസ് ചെയ്തു. ഇനി ഈ ഫർണിച്ചർ പർച്ചേസ് ചെയ്തത് അനിൽ ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ വർഷത്തെ എക്സാമ്പിളായിട്ട് ഈ വർഷം അനിലിൻ്റെ ഹോട്ടലിൻ്റെ ഇൻകം, ബിസിനസ്സിൻ്റെ ഇൻകം ഒരു 5 lakh ആണ്. 5 lakh ഇൻകം. എക്സ്പെൻസ് അഗൈൻ ഒരു 3 lakh എക്സ്പെൻസ് ഉണ്ടായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, അനിലിൻ്റെ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. പ്രോഫിറ്റ് എത്ര വരും? 2 lakh അല്ലടാ, 2 ലക്ഷമാണ് എന്ത് പ്രോഫിറ്റ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ വർഷം അനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് ഈ 3 ലക്ഷത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ, അത് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഈ 2 ലക്ഷം കൂടെ എക്സ്പെൻസ് കൂടെ കാണിച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, ഈ ഒരു ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഈ വർഷത്തേക്ക് മാത്രമാണോ പർച്ചേസ് ചെയ്യുന്നത്? അതിൻ്റെ ബെനിഫിറ്റ് ഈ വർഷം മാത്രമാണോ കിട്ടുന്നത്? അല്ല. ഇത് ബിസിനസ് ഈ ഒരു ഹോട്ടലിൽ എത്ര കാലം റൺ ചെയ്യുന്നോ? അല്ലടാ, ഈ ഒരു ഫർണിച്ചർ നശിച്ചു പോകാത്തടത്തോളം കാലം എന്ത് ചെയ്യാം, അവിടെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വർഷം മാത്രമാണോ? അല്ല, അത് വരും വർഷങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വരും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫർണിച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യൂല, ഈ ഒരു 2 lakh നമ്മൾ എവിടെ കാണിക്കൂല, എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കൂല. പകരം എന്ത് ചെയ്യും, ഇത് നമ്മളെന്താണ്, അസറ്റ് അല്ലടാ. കാരണം എന്താണ്, ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് തരുന്നോ അതൊക്കെ നമ്മളെന്താണ്, അസറ്റാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ അത് സെപ്പറേറ്റ് പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകും, ബാലൻസ് കൊണ്ടുപോകും. കാരണം എന്താണ്, അത് നമ്മൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ബാലൻസ് ഷീറ്റിൽ കാണിച്ച് അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ട് കാണിച്ചിട്ട് നമ്മൾ ഈ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ത് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ടാണ്. ഓക്കെ ആണോ? അപ്പോൾ ഈ 2 ലക്ഷം നമ്മൾ എവിടെ കാണിക്കൂല, എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കൂല. പകരം എന്ത് ചെയ്യും, ഇതിന് ഈ ഒരു ഫർണിച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വർഷം യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കുറച്ച് വാല്യൂ എന്ത് ചെയ്യും, അവിടെ കുറയൂലേ. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഡിപ്രീസിയേഷൻ എന്ന് പറയുക. അല്ലടാ,
ഡിപ്രീസിയേഷൻ എന്ന് പറയാം. എങ്ങനെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ടിട്ട് നോക്കാം. ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ ഫർണിച്ചറാണ്, ഇതിനൊരു 10 വർഷം, ഒരു 10 ഇയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലൈഫ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു അസംഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ വരിക ഈക്വൽ ടു 20,000 എന്ത് ചെയ്യും, ഓരോ വർഷം അല്ലേ, 10 വർഷത്തേക്ക് അങ്ങനെ 20,000 വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു അസറ്റിൻ്റെ വാല്യൂ കുറച്ച് കാണിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഈ 20,000 നമ്മൾ ഈ വർഷം യൂസ് ചെയ്യാൻ അല്ലേ, അതിൻ്റെ വാല്യൂ കുറഞ്ഞല്ലോ. അപ്പോൾ ഈ 20,000 നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെൻഡിച്ചറായിട്ട് ഈ വർഷം കാണിക്കും. ഓക്കെ ആണോ? 20,000 ഈ വർഷം എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കും. പ്രോഫിറ്റ് എത്ര ഉണ്ടാവും? 1,80,000. അല്ലാണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ 2 lakh ഫുള്ള് കൊടുത്തിട്ട് ഇവിടെ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യും, അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഏത് കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ടാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. ഇനി അതിനകത്ത് ഒരു പോയിൻ്റ് കൂടെ പറയുന്നുണ്ട്. എന്താണ്? ഫോഴ്സ്ഡ് ടു ലിക്വിഡേറ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അനിലിൻ്റെ ബിസിനസ് അല്ലേ, ഹോട്ടൽ ബിസിനസ് ഇപ്പോൾ അടുത്തൊന്നും പൂട്ടില്ല എന്നുള്ളൊരു അസംഷനിലാണ് പോകുന്നത്. പക്ഷേ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കണക്കുകൂട്ടലൊക്കെ തെറ്റി. വിചാരിച്ച പോലെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. എന്താ വന്നത്? ലോസിക്ക് പോകുന്നുണ്ട്. അങ്ങനെ എന്ത് തീരുമാനിക്കണം അനിൽ? 5-ാമത്തെ വർഷം തീരുമാനിക്കുകയാണ് നെക്സ്റ്റ് ഇയറിൽ ബിസിനസ് എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ബിസിനസ് പൂട്ടാണ്. അപ്പോൾ ഈ വർഷം ഇനി നോക്കുന്ന ടൈമിൽ അവിടെ എന്തില്ല, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, നമുക്കിനി ഫ്യൂച്ചറിൽ ബിസിനസ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഇപ്പം തന്നെ എന്തായി, ഉറപ്പായി. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഈ അക്കൗണ്ടിങ്ങിനകത്ത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അത് വൈൻഡിങ് അപ്പ് അല്ലേ, അക്കൗണ്ട്സിൽ വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ എന്നുള്ളൊരു ഭാഗമൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക ഏത് കോൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് കോൺസെപ്റ്റ് നോക്കാം. ഏതാണ്? പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് അല്ലേ. എന്താണ് പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് പറയുന്നത്? ദ പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലൈഫ് ഓഫ് എ ബിസിനസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫിക്സ്ഡ് പീരിയഡ്സ് സച്ചാസ് എങ്ങനെയാവാം, മന്ത്ലി ഓർ ക്വാർട്ടർലി ഓർ ഇയർലി, ഫോർ എന്തിനു വേണ്ടിയിട്ട്? റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ റിസൾട്ട്. എന്താ പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ വൈസ് തന്നെ നോക്കട്ടോ. അനിലിൻ്റെ ബിസിനസ് തൽക്കാലം അവിടെ മാറ്റി വെക്ക്. ഓക്കെ, ഇനി നിങ്ങൾ നേരത്തെ അല്ലേ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു കമ്പനി ഇല്ലേ, ഏതാണ്? എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലെ അക്കൗണ്ടൻറ്റ് നിങ്ങളാണ് അല്ലേ? ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വർഷം അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ, ഡെയിലി ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇയർ 1 ഇയർ 2 അങ്ങനെ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് അങ്ങനെ പോകും. അങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? നമുക്കവിടെ അല്ലേ ഈ ഒരു ട്രാൻസാക്ഷനൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് പ്രിപ്പയർ ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം അല്ലടാ. കോമൺ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് അല്ലേ. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പീരീഡ് ഫിക്സ് ചെയ്യണം അല്ലേ. ആ പീരീഡൊക്കെയുള്ളതായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 1 ഇയർക്കാണ് അല്ലേ. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അല്ലേ, ഇയർ 1 കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതുവരെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച അല്ലേ, നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ച ട്രാൻസാക്ഷൻ അല്ലേ, ഇതെല്ലാം കൂടെ എടുത്തിട്ട് കൂട്ടും അല്ലേടാ. ടോട്ടൽ ഇൻകം എല്ലാം കൂടെ കൂട്ടും, ടോട്ടൽ എക്സ്പെൻസ് കൂട്ടും അല്ലേ. എന്നിട്ട് ഇൻകത്തുനിന്ന് എക്സ്പെൻസ് കുറച്ചിട്ടാണ് എന്ത് കിട്ടുന്നത്, പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഒരു പീരിയഡ് ഫിക്സ് ചെയ്യണം. അതാണ് അവിടെ പറയുന്നത്, പീരിയോഡിസിറ്റി കോൺസെപ്റ്റിനകത്ത് പറയുന്നത്. നിങ്ങളെ ബിസിനസ്സിൻ്റെ ലൈഫ് ചിലപ്പോൾ ഒരു 10 വർഷം എന്ത് ചെയ്യും, നിങ്ങളെ ബിസിനസ്സിൻ്റെ ലൈഫ് ഉണ്ട്, ഒരു അസംഷനാണ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് തീരുമാനിക്കുകയാണ്, ഈ ബിസിനസ് എന്നാണോ ക്ലോസ് ചെയ്യുന്നത് അന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുകയാണ് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നിങ്ങൾ ബിസിനസ് ക്ലോസ് ചെയ്യുന്നന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്ത് സംഭവിക്കുക, നിങ്ങൾക്ക് അവിടെ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഓരോ വർഷം അല്ലേ. ഇയർ 1 ഇയർ 2 ഇയർ 3 ഇവിടെയൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഡിസിഷൻ എടുക്കണം. അതിൻ്റെ ബേസിലായിരിക്കണം നെക്സ്റ്റ് ഇയർ നിങ്ങളുടെ ബിസിനസ് എന്ത് ചെയ്യേണ്ടത്, മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഓക്കെ ആണോ? അപ്പോൾ നോർമലി 1 ഇയറാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ബിസിനസ്സും പീരിയഡ് സെറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തറിയണം, ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. എന്താണ്? ഇപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ആകാൻ വെയിറ്റ് ചെയ്യുക നിങ്ങൾ. എന്തിനു വേണ്ടിയിട്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇയർ 1 കംപ്ലീറ്റ് ആകുമ്പോഴാണ് നിങ്ങൾ അറിയണത് ബിസിനസ്സിൽ 2 ലക്ഷം ലോസാണെന്ന് അറിയുന്നത്. ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നെക്സ്റ്റ് ഇയറിൽ ഇയർ 2 ആ ലോസ് എന്ത് കാരണം കൊണ്ട് വന്നു അത് അല്ലേ, അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഒരു വർഷം കഴിയേണ്ടി വന്നു അല്ലേടാ. ഇനി നിങ്ങൾ എന്ത് തീരുമാനിക്കുകയാണ്, നെക്സ്റ്റ് ഇയർ മുതൽ ഇയർ 2 മുതൽ 3 മാസം അല്ലെങ്കിൽ അല്ലേ, നോർമലി നമ്മൾ എന്ത് പറയാം, ക്വാർട്ടർലി എന്ന് പറയാം, അല്ലെങ്കിൽ മന്ത്ലി വൈസിൽ ഓരോ മാസം കൂടുമ്പോൾ എന്ത് ചെയ്യാണ്, ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കുകയാണ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക 3 മാസം കൂടുമ്പോൾ, 6 മാസം കൂടുമ്പോൾ. ഓക്കെ ആണോ? അപ്പോൾ അതാണ് എവിടെ പറയുന്നത്, പീരിയോഡിസിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് കേട്ടോ. എന്ത് വേണം, അക്കൗണ്ടിങ് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്തു പോകുന്നത് ബിസിനസ്സിൻ്റെ ലൈഫിന് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ഫിക്സഡ് ആയിട്ട് പീരിയഡ് വൈസിൽ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ റിസൾട്ട്. ക്ലിയർ അല്ലേ?